സൂപ്പറല്ല തലമുറയാണ് അവിടെ നന്നായിട്ട് ചെയ്തത്. എന്താ അവിടെ പൊങ്ങി നിൽക്കുന്നത്? ഒന്നുമല്ല, നന്നായിട്ടിരിക്കും. ലിപ്സ്റ്റിക്ക് കേട്ടോ, നല്ലതല്ലേ? നല്ലതല്ലേ? ആ പിന്നെ സൂപ്പറല്ലേ? സൂപ്പറല്ലേ? നമുക്കൊരു സ്ഥലം വരെ പോകാം. നമുക്കൊരു സ്ഥലം വരെ പോകാം. അത് ഇച്ചിരി ദൂരെയാ, ഒത്തിരി ദൂരമില്ല. 10-15 കിലോമീറ്റർ അകലെ. 10-15 കിലോമീറ്റർ അകലെയാ. 15 കിലോമീറ്റർ കഷ്ടി. ഈ പെണ്ണൊന്നും ചെയ്യല്ലേ? ഒരു വകയല്ലേ? അല്ല, ഒരു വകയാ. പ്രായം ഒരു വിധം അങ്ങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ഉത്തരവാദിത്തം. പെണ്ണൊക്കെ കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ ഇനി ഉത്തരവാദിത്തമാവും. അങ്ങനെയല്ലേ അമ്മേ? പെണ്ണേ കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മക്കളൊക്കെ ആയി കഴിയുമ്പോൾ ഉത്തരവാദിത്തമാവും. വണ്ടിയിലാവണം. പിന്നെ ഞാൻ പോരുന്നുണ്ട്. അല്ല, ആരാ ഓടിക്കുന്നേ? ആരാ ഓടിക്കുന്നേ? വണ്ടി ഓടിക്കാൻ ആൾ വേണ്ടേ? ഹലോ പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും പെരുന്നാൾ ആഘോഷത്തിലായിരിക്കും. പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിന്ന് അവധി ദിവസമാണല്ലോ, പെരുന്നാളിൻ്റെ അവധിയാണല്ലോ. അപ്പോൾ ഇന്ന് വിവീനെ എവിടെയുണ്ട്. വിവാൻ്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. വിവാന് ഒരു റിലാക്സേഷൻ. ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവുകയാണ് അമ്മയുമായിട്ട്. നിങ്ങൾ ഇന്നലെ കണ്ട പുതിയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് അമ്മ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തെ വിശേഷങ്ങളും ഒക്കെ പുറമേ വരുന്നതായിരിക്കും. എവിടാന്നുള്ളത് സസ്പെൻസിലാണ്. പോകുന്ന സ്ഥലം കാണുമ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും കൂടി പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു സാധനമൊക്കെ ആയിട്ടാണ് പോകണം, ഒരാൾക്കൊരു ഗിഫ്റ്റായിട്ട്. നമ്മുടെ മകൻ ജോമോൻ. എവിടെ പോകാനോ? ഇവിടെ വീട്ടിലോ? വീട്ടിലാരും ഇല്ല. പട്ടി ഇവിടെ ഉണ്ട് കാവല്. എന്നാ വീട്ടിലെന്നാ ഇനി വിശ്വസിച്ചിരിക്കണത്? കുടുംബകാര്യം എല്ലാം നോക്കിയതാ. വാ നമുക്ക് പോകാം ഇനി. സമയം പോണു. സമയം പോകും, ഞാൻ പറഞ്ഞില്ലേ. അറിയാമോ കാണക്കാരി എവിടെയാന്ന്? കേട്ടിട്ടില്ലേ? അതാ പറഞ്ഞ വീട്ടിനകത്ത് ഇരുന്നാള് കുഴപ്പം ഇങ്ങനെയാ. പുറത്തൊക്കെ ഇറങ്ങണായിരുന്നു. കേട്ടായില്ലേ കുട്ടി? മോണായിരുന്നേ. അങ്ങനെ അങ്ങ് ഇരുന്ന് പോയി അങ്ങനെ ഇരിക്കും. പിന്നെ ഇന്നത്തെ പോലെയുള്ള പോക്കൊന്നും അന്നില്ലായിരുന്നു. വണ്ടി സൗകര്യം ഉണ്ടോ? ഇല്ല, പിന്നെ അങ്ങനെ പോക്കില്ല. അത് കെട്ടിടങ്ങളാമേ. ബൈപ്പാസാണ്, മണ്ണാർക്കാട് ബൈപ്പാസ്. മണ്ണാർക്കാട് തിരുവല്ല എഴുതി വെച്ചാ കൃഷിയാ, കൃഷി ഈ സ്ഥലം അല്ലേ? ആരാമേ കുഴയണത്? ആരാ കുഴയണത്? വന്നവര് കുഴയോ? എനിക്കറിയത്തില്ല. അടിച്ചു നടക്കുമ്പോ അപ്പൊ ചൂടല്ലേ? അതിപ്പോ മഴ വെയിലിറങ്ങിയില്ല. ഇപ്പൊ അതുണ്ട്, ഭയങ്കര ചൂടാ. നനഞ്ഞാലും വേണ്ടിയില്ല, മഴ പെയ്തോട്ടെ എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഭാഷയൊക്കെ അറിയാല്ലേ? ഭയങ്കര മഴക്കാലാവട്ടോ. 1 മണിക്കൂറുകൂടെ കഴിയുമ്പോൾ തുടങ്ങും കാറ്റും മിന്നലും കോളും മഴയും. ആണ്ടെന്നാ കുഞ്ഞിപ്പശു അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി അവിടെ പാടത്ത് നിന്ന് പുല്ല് തിന്നുക. വന്നതല്ല, പുല്ല് തിന്നാൻ വന്നതാ. ചെറിയ പള്ളിയാ, ചെറിയ പള്ളി.
അമ്മ ഞങ്ങളുടെ കൂടെയാ. അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇടത്തോട്ട് തിരിയുക, എന്നിട്ട് വലത്തോട്ട് തിരിയുക. എന്നിട്ട് നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ വലതുവശത്തായിരിക്കും. അതൊക്കെ പിടിച്ച അസൗകര്യമായിരിക്കും അല്ലേ? രണ്ടും വണ്ടി ചുമല കിടക്കുന്നു. അത് ചേട്ടൻ്റെ വീടാണ്. ചേട്ടൻ്റെ വീടല്ലേ? ബന്ധമുള്ളിടത്ത് മാത്രമേ വരാവുള്ളൂ. എന്റെ ദൈവമേ, അറിയുമല്ലോ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? രാവിലെ എവിടെയാ വീട്? മകളെ പിടിച്ചേക്കണം. എന്നാ സൂപ്പർ ഉടുപ്പൊക്കെ ആയിട്ടിരിക്കുന്ന. ഞാൻ കണ്ടാലും ഉടുപ്പ് വാങ്ങിക്കാൻ പോയതൊക്കെ. അത് ചേട്ടൻ്റെയാ. ഷാരു അങ്ങോട്ട് കയറും. ഞാനിവിടെ ഉണ്ടെന്ന് അവരോട് ചോദിച്ചാൽ അവർക്കറിയാം. അങ്ങോട്ട് എല്ലാവരും ജോലിക്കാരല്ലേ? അപ്പൊ ആളില്ല അവിടെ. ചേട്ടനൊക്കെ ഇപ്പൊ കടയിൽ വന്നേ ഇപ്പൊ കിടന്നു. നേരത്തെ പറഞ്ഞാ ഞാൻ ചോറുണ്ടാക്കിയത്. ഞങ്ങള് വന്നു. ആരെ കാലാക്കുന്നേ? അച്ചടങ്ങളൊക്കെ ആരെ കാലാക്കുന്നേ? ഞങ്ങൾ തന്നെ ചെയ്യണം. അല്ലാതെ ആരാ? അമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കൊണ്ടൊന്നും പറ്റത്തില്ല. ആണോ? അമ്മയ്ക്ക് ഓർമ്മയില്ലല്ലേ? ചെയ്യണം. പ്രായ ഓർമ്മയില്ല. എല്ലാ കാര്യവും ഞാൻ കണ്ടു ഉപ്പൊക്കെ മേടിക്കുന്ന കട. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്താണ്. ചെയ്ത് അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിച്ചാൽ അമ്മയ്ക്ക് പറ്റുള്ളൂ. ആണോ? പിന്നെ ഏറ്റ് നടക്കാനായി. നല്ല ഉടുപ്പാ കേട്ടോ. എനിക്ക് നല്ല സുന്ദരി കുട്ടിയായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്നാ സുന്ദരി കുട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നതെന്ന്. നടക്കാനോ? സുന്ദരി സുന്ദരി. നാരങ്ങ എടുക്കാം കേട്ടോ. ഇരിക്കുക ചേച്ചി, കഴിഞ്ഞിട്ട് മതി. ഞങ്ങൾ പോവാ. എന്നെ കൂടെ കൊണ്ടാവോ? അയ്യോ ഞാൻ എന്നിട്ട് എന്തൊക്കെ എന്നെ കൂടെ കൊണ്ടാവോ? എന്നെ കൂടെ കൊണ്ടുപോരും. ഞങ്ങളുടെ കൂടെ പോരും. പോരട്ടെ? പിന്നെ വൈകിട്ടന്നേരം എന്റെ കെട്ടിയോ വരുമ്പോ എന്റെ എവിടെ പോയെന്നറിയും. ആര് ചോദിക്കും? ആര് ചോദിക്കും? എന്റെ ഭർത്താവ് അതെവിടെ പോയി? ജോലിക്ക് പോയി, ഓഫീസിൽ പോയി. ഗവൺമെന്റ് ജോലിയാണ്? അല്ല, ഗവൺമെന്റ് അല്ല, പ്രൈവറ്റാ. പ്രൈവറ്റ് ആണേലും ജോലി എവിടെയാ? സെഞ്ചുറിയില്. കേട്ടിട്ടുണ്ടോ? സിനിമയൊക്കെ പിടിക്കുന്നു സെഞ്ചുറിയിൽ. കേട്ടിട്ടുണ്ടോ? ദിവസേന ഉണ്ടോ? ദിവസേന ജോലിക്ക് 10-15 വർഷമായി. എവിടെയാണ്? ഇവിടെ അടുത്താണോ? കോട്ടയത്ത്. അത് കുറച്ച് ദൂരമല്ലേ? 70 വയസ്സായില്ലേ? വയസ്സൊക്കെ ആയി, എന്നാലും ആരോഗ്യമുള്ളിടത്തോളം നാൾ ജോലി ചെയ്യാവുന്നു. പറ്റാവുന്ന പോലെയൊക്കെ ചെയ്യാം. പറ്റാവുന്ന പോലെ ഗവൺമെന്റിന്റെ ആയതുകൊണ്ട്. പിന്നെ മോള് കാണിച്ചു തരാം. നല്ല കാര്യമാണ്. ഇതെന്റെ മകള്. ഒരാളല്ലേ ഉള്ളൂ? ഇത് മകളുടെ ഭർത്താവ്. എല്ലാരും കൂടിയാ. ജോലിയുണ്ടോ? എഞ്ചിനീയർ ആണോ? ഇയാള് ജേർണലിസ്റ്റ്. അവിടെ അവന്റെ കെട്ടവളാണല്ലോ. എന്റെ മകള്. ആണോ? മകളാണ്. ഇത് സ്വന്തം മകള്. ഒരാളേ ഉള്ളൂ. എന്നെ കണ്ടിട്ട് കല്യാണം കഴിച്ചാന്ന് തോന്നുന്നില്ലേ? ചെറുപ്പമായിട്ടാണ് തോന്നുന്നത്. അമ്മച്ചേക്ക് ഒരു മകളോ ഉള്ളൂ അമ്മച്ചി. ഒരു മകനും ഒരു മകളും ഒക്കെ. ഒരു മകനില്ല, ഒരു മകള് മാത്രം. ആണോ? ഇപ്പൊ ഇത് മകനാ. അത് ശരി. ഇതോ? അത് മകളുടെ ഭർത്താവ്. എന്റെ കെട്ടിയവളാണത്. അതന്നെ. ആണോ? ഇഷ്ടപ്പെട്ടോ? മനുഷ്യരല്ലേ? ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും മനുഷ്യരല്ലേ? നമുക്ക് വർത്താനം പറയാനാണ്.
ഫോട്ടോയിൽ കാണാൻ വർത്താനം പറയാൻ പറ്റിയല്ലോ ഒന്നും. അതേ അവര് ഇന്നലെ വന്നേ, അപ്പൊ അങ്ങോട്ട് പോയി. ഇന്നലെയാ വന്നത്. ഇന്നലെയോ? ഇവരെവിടെ പോയതാ? ഇവര് ബാംഗ്ലൂരാ താമസിക്കുന്നത്. ബാംഗ്ലൂർ അവരുടെ വീട്. ആണോ? അത് ശരി. ഇതേ എന്റെ മോള്, അതെ, എന്റെ മകള് അത് തന്നെയാ. സ്വന്തം മകൾ. ഇത് അതിന്റെ ഇളയ കുഞ്ഞ്. ഉച്ചയ്ക്ക് എത്ര പിള്ളേരുണ്ട്? ഒരാള്. ആണും പെണ്ണുമായിട്ട്? ഒന്നേ ഉള്ളു, ആണും പെണ്ണുമായിട്ട്. അതേ ഉള്ളു. ഇല്ലേ? ഒന്നേ ഉള്ളു. ആഹാ. പാടങ്ങളിലൊന്നും കയറാൻ പോയി. അറിയുന്നില്ലായിരുന്നു. ഇവിടെ ഒരു അള പോലത്തെ ഇത് പത്തായുണ്ട്. പഴയ വീട് മേടിച്ചാണോ? തറവാടല്ലേ? എടുക്കാൻ പോകാൻ തോന്നും. അവിടെ ചെല്ലുമ്പോഴത്തെ നേരം അയ്യോ, അമ്മച്ചിക്ക് ഞാൻ പായസമൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികളെ പോവാണോ? പായസം ഇഷ്ടല്ലേ? പായസം? ആ, പായസമൊക്കെ ഇന്നൊന്നും എന്നും പായസം കുടിക്കണോ? അതെ, ഓണത്തിനും അങ്ങനെയൊക്കെയുള്ള അവസരത്തിലല്ലേ. അമ്മച്ചി വരുന്നോണ്ട് സ്പെഷ്യലായിട്ട് പായസം വെച്ചതാ. നല്ല വിശേഷ ദിവസത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് വിശേഷ ദിവസം അമ്മച്ചി വരുന്നുണ്ട്. നേരത്തെ ഒക്കെ നല്ല പ്രായത്തിലൊക്കെ പായസമൊക്കെ വെച്ചിട്ട് ഇപ്പോഴും നല്ല പ്രായ. ഇപ്പം ഇതാ മൂത്തയാളെ. ഓർമ്മയില്ല. ചെറുക്കൻ കൊച്ചാണോ? അത് മാങ്കൊച്ച്. അതോ ഇപ്പൊ വലുതായി. ഒരു ആണും ഒരു പെണ്ണും, രണ്ടും ആൺപിള്ളേരാണോ? അമ്മോക്കോ? ഒരു പെണ്ണ്, ഒരാണ്. കണ്ടില്ലേ? എത്ര ദിവസം പോയി അവിടെ? മക്കളില്ലേ? ഞാനായിരുന്നു നേരത്തെയൊക്കെ ഒരു കുഞ്ഞായിരിക്കുമ്പോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാഴ്ച. മക്കളില്ലേ? എനിക്കോ? ഇത് കൊച്ചു ഒന്നേ ഉള്ളൂ. എന്നാ ചെയ്യാനാ? ആണോ? ആണില്ല. ആൺകൊച്ചിപ്പതേ അവക്കുണ്ടായിരുന്നു. സ്വന്തം ആൺമക്കളില്ലേ? ഇല്ല. അമ്മക്ക് ഭാഗ്യവതിയല്ലേ? ഇതൊക്കെ മരിച്ചുപോയി. ഞാൻ എൻ്റെ അമ്മയുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ പോയി കണ്ടിട്ട് അമ്മ അവിടെ ഇരുന്നു. അമ്മച്ചി ഇല്ലേ? ഇല്ലേ? ഇവിടെ ഒരു കട്ടുണ്ടല്ലോ, കവളും ഉണ്ടാവും. തലമുടിയുടെ ആ ഷേപ്പൊക്കെ ഏകദേശമൊക്കെ ഉണ്ട്. ഇത് തിരുവഞ്ചൂർ. തിരുവഞ്ചൂർ 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 തിരുവഞ്ചൂർ. ആ അങ്ങനെ ഒരു സ്ഥലപ്പേരുണ്ട്, തിരുവഞ്ചൂർ കേട്ടാ. ആ അതൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. ഇല്ല, മനസ്സിലാക്കിയാവും. ആ നമുക്ക് പോവാം. വീട്ടിലാരുമില്ല. വീട്ടിലാരും ഇല്ല. വീട്ടിലെന്തിനല്ല ആരും ഇരിക്കുന്നത്? അമ്മ തന്നെയല്ല ഉള്ളൂ. അമ്മ തന്നെയാണല്ലോ വീട്ടിലെ. അമ്മയുണ്ടോ? അമ്മയുണ്ടോ വീട്ടില്? അമ്മ ഞങ്ങളുടെ കൂടെ അല്ലേ? അമ്മ ഞങ്ങളുടെ കൂടെയാ മേലെ ഇരിക്കുന്നേ. അമ്മ വീട്ടിലില്ല. അമ്മ വീട്ടിലൊന്നുമില്ല, അമ്മയായി ഇരിക്കുന്നത്. അമ്മയായി ഇരിക്കുന്നത് ഈ ഇരിക്കുന്നത്. അതിനാവില്ല. ആ അതൊരു എൻ്റെ മൊത്തം വീട്ടിലില്ല ഉള്ള അമ്മ. എൻ്റെ മൂത്ത ഉള്ള പോകാതെ വെച്ചാൽ ഇത് ഇന്ന സമയം എന്നെ പോണത് അറിയല്ല. കേട്ടതല്ലേ ഉള്ളൂ. ഇപ്പം എത്ര മണിയായി കാണും? മണീനെ 3 മണി ആയതേ ഉള്ളൂ. 3 എന്നാൽ അവിടെ ചെല്ലുമ്പോഴത്തേന് 5 മണി കഴിയും. 5 മണിയൊന്നും ആയില്ല. അരമണിക്കൂർ കൊണ്ട് നമ്മളിവിടെ വന്നേ. അരമണിക്കൂർ കൊണ്ടല്ലേ നമ്മളിവിടെ വന്നേ? ആ അരമണിക്കൂർ എടുത്തുള്ളൂ നമ്മളിവിടെ വരാൻ. അരമണിക്കൂർ കൊണ്ട്. ആ ആര് വെച്ചാൽ എവിടെ എന്നാ കൂട്ടോണ്ടിരിക്കും? അവള് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുമല്ലേ? ആ ഏതാ? അത് കൃഷ്ണൻ. കൃഷ്ണനാണ്, കൃഷ്ണൻ. അതെല്ലാം വീട്ടിലെ ഫോട്ടോയാ. ഇവിടുത്തെ ചേട്ടൻ്റെ ഇവരുടെ മക്കളുടെ ഫോട്ടോയൊക്കെയാണ്. മക്കളെയും കൊച്ചുമക്കളുടെയൊക്കെ ഫോട്ടോയാണ്. മടുക്കും നടക്കുമ്പോൾ. ഇല്ല, നടക്കുന്നില്ല. നമ്മൾ വണ്ടിക്കല്ല പോണേ. വണ്ടിക്കല്ല പോണേ. ഇവിടെ വണ്ടിയാവുന്നല്ലേ ഇറങ്ങിയേ. വണ്ടിക്കായല്ലോ. പിന്നെ ക്ഷീണമൊന്നുമില്ല. വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം കാര്യം. പിന്നെ നീ എന്നെ നോക്കി ഒരു കാര്യം. ഇവിടെ മൊബൈലൊക്കെ കുത്തല്ല. പിന്നെ മണി മൊബൈലെ കുത്തിക്കൊണ്ടിരിക്കുക.
ആ ഇല്ല പഴയ നമ്മുടെ ക്ലോക്ക് ഇതൊക്കെ വലിയൊരു വീട്ടിൽ വഴി ഉണ്ടോ അപ്പം ഈ ക്ലോക്കൊക്കെ? അതാരാ അത്? അതാണ് കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ കേട്ടോ. അത് വേറെ വീടാ, അത് വേറെ വീടാ. ആ അത് വേറെ വീടാ. ഇങ്ങനെ അടുത്തടുത്ത ഇവിടെയൊക്കെ വീടുകൾ. ടൗൺ ആയോണ്ടേ, ടൗൺ ആയോണ്ട് അടുത്തടുത്തൊക്കെയാണ് വീടുകൾ. ആ അവർ പരിപണിയൊക്കെ നടന്നുകൊണ്ടിരിക്കും അവിടെ. ഇത് പഴയ മച്ചും പെരയാ, മച്ചുള്ള പെര. മച്ചില്ലേ, മച്ചുള്ള പെരയാ. അവർ സീലിംഗ് ചെയ്തിരിക്കുന്ന. ആ അതല്ല നല്ല തണുപ്പ് ഇവിടെ. ആ പഴയ വീട്, അതാണ് നല്ല തണുപ്പ്. പോകാം പോകാം. പിന്നെ മുറിയൊക്കെ ഒത്തിരി കാണും. പഴയ വീടല്ലേ, പഴയ അറയും പേരയൊക്കെ ഉള്ള വീടാ. അറയും 10,000 ഉള്ള വീട്. അപ്പോൾ ഒത്തിരി മുറികളൊക്കെ കാണും. ആ നല്ല തണുപ്പ്. അത് ഈ കൂടെ മറ്റുള്ള വീടായതുകൊണ്ടുള്ളതാണ് നല്ല തണുപ്പ്. അവൻ എന്നാ എടുക്കുവാ? അവനിത് ചുമ്മാ ഇരുന്ന് എടുക്കുമല്ലേ? തിരക്ക് മുറിയോ? അവനെങ്ങനെ അറിയുന്നേ? അവനൊന്നും അറിയത്തില്ല. ഓമന ചേച്ചിയുടെ ചോദിച്ചാലേ അറിയത്തുള്ളൂ. ആ അത് വഴിയാ. ആ ആ അതൊന്നും തട്ടിയിടല്ലേ. മോനോട് അവനെ കൊണ്ടുപോകണില്ലേ? അവനെ കൊണ്ടുപോകണില്ലേ? അവനെ കൊണ്ടുപോകണില്ലേ? അവനിവിടെ നിർത്തുവാണോ? അവനിവിടെ നിർത്തുവാണോ? ഇപ്പൊ പോകാനുണ്ടോ? അവനവിടെ പോവാ. അല്ല അവിടെ പോയിരുന്നോ? അവൻ്റെ പോയിരുന്നോ? അവൻ്റെ കൂടെ പോയിരുന്നോ? അവൻ്റെ കൂടെ പോയിരുന്നോ? അപ്പം നമുക്ക് പോവാം. പോകാന്നേ. ആ അവിടെ ഇരിക്കേ. അവൻ്റെ കൂടെ ഇരുന്ന് വർത്താനൊക്കെ. വേണ്ടല്ലോ. ഇന്ന് പോന്നോ? ആരാണ്? എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു? അരമണിക്കൂർ. വീട്ടിൽ നിന്ന് ഇവിടെ വരാൻ അത്രയോ? ഇനി പോകാന്നേ. ഞാൻ വാദിച്ച് നിന്നും എവിടെ തന്നെ എനിക്ക് ആ എന്തെല്ലാം കാര്യം നടത്തണം. എന്നാ കാര്യം നടത്താനുള്ള? ഇവിടുത്തെ പപ്പായ എന്ത് പപ്പായ എന്ത്? ഇവിടുത്തെ പപ്പ ജോലിക്ക് പോയിരിക്കുക. ഇവിടുത്തെ പപ്പ ജോലിക്ക് പോയിരിക്കുക. കുറച്ച് ജോലിയാണ്. ആ കോട്ടയത്ത്. അവിടെയാണ്. ആ ആ ഗവൺമെൻറ്റിൻ്റെ. ഗവൺമെൻറ് ജോലിയല്ല, കമ്പനി ജോലിയാണ്. കമ്പനി ശമ്പളമൊക്കെ ഉണ്ടല്ലോ. ആ നല്ല ശമ്പളമൊക്കെ ഉണ്ടല്ലോ. സിനിമ കമ്പനിയിലാണ്. കൊച്ചിനൊക്കെ കാറ്റ് കിട്ടാനൊക്കെ വെച്ചേക്കണം. നല്ലതാണ്. ഏതാ? ഇത് കണ്ടിട്ട്. ആ അതെ അതെ. ആ ഇനി പോകാം. ഇങ്ങനെ പോകാം. ആ പോകാന്നേ. ഇനി പറഞ്ഞ് സമയം അങ്ങ് പോകും. ആ പറഞ്ഞ സമയം പോകും. പറഞ്ഞിരിക്കണ്ടേ ഇച്ചിരി നേരം. പോകാൻ വളേ. ഇനി എങ്ങോട്ടാ? അവൾ പുറത്തൊക്കെ കാണാൻ പോവാന്ന്. പള്ളിയിൽ പോകണം. ഒത്തിരി പോകണോ അല്ലേ? ഇവിടുന്ന് പള്ളിയിൽ ഒത്തിരി ദൂരം ഇല്ല. ഒത്തിരി ദൂരം ഇല്ല. പള്ളി ഒത്തിരി അകലമുണ്ടോ? പള്ളിയിൽ പോകാനകലം വരെ കുറച്ച് ദൂരം ഉണ്ടോ? കുറച്ച് ദൂരമുള്ളൂ. കുറച്ച് ദൂരമുള്ളൂ. ഉള്ളോ? പള്ളി അടുത്തുണ്ടല്ലേ? നമ്മുടെ പള്ളി പോലെയായിരുന്നു. നമ്മുടെ സുധാപുരം പള്ളികളും അകലമുണ്ടോ? ആ അത്രയൊന്നും ഇല്ല. ആ അത്രേ ഉള്ളൂ. 5 മിനിറ്റ് ഉണ്ട്. അത്രയില്ലേ? അത്രയുണ്ട്. പോകാം പോകാം. അമ്മച്ചും ചേരോട് പോന്നേച്ചും പോകാം. അമ്മച്ചി അവിടെ നാരങ്ങാവെള്ളം എടുത്തോണ്ടിരിക്കുക. നാരങ്ങാവെള്ളം അടിച്ചോണ്ടിരിക്കുക. നാരങ്ങാവെള്ളം. ആരെങ്ങനെ പഠിക്കോ? നാരങ്ങ വെള്ളം കുടിക്കാൻ ഉണ്ടാക്കോ? ആ അമ്മച്ചിക്ക് കുടിക്കാനാ? അമ്മച്ചിമാർക്കെല്ലാം തരാം.
നമുക്കെല്ലാം തരാം. നല്ല മര്യാദക്കാർ മനുഷ്യരാണ്. ആ എൻ്റെ മര്യാദക്കാർ മനുഷ്യരാ. മനുഷ്യരോട് പെരുമാറാനും ആ സ്നേഹിക്കാനും ആ അടക്കമുറി. ഇവനെ അറിയത്തില്ലെന്നേ. ഇവനെങ്ങനെയാ അറിയുന്നേ? അവനറിയാം. അവനിവിടെയല്ലല്ലോ കിടക്കുന്നേ. അകത്ത് കിടക്കണം, ഇങ്ങനെ മുറി അകത്ത് വിലക്കില്ല. അയ്യോ അവനിവിടെയല്ലല്ലോ കിടക്കുന്നേ. അവന് മുറി വഴിയല്ലേ കിടക്കണം. അവൻ ഈ വീട്ടിലല്ലല്ലോ. പിന്നെ അവൻ്റെ വീട് ഇതാണോ? ഇതല്ല അവൻ്റെ വീട്. ഇവനാരാ? അവനാരാ? അവന് ഇവിടുത്തെ കൊച്ചല്ലേ. ഇവിടുത്തെ കൊച്ചാണോ? അയ്യോ അമ്മയുടെ കൊച്ചല്ലേ അത്? അമ്മയുടെ കൊച്ചല്ലേ? എലിക്കുട്ടിയുടെ കൊച്ചല്ലേ അത്? കൊച്ചല്ലേ? എലിക്കുട്ടിയുടെ മകനല്ലേ അത്? അതെങ്ങനെയാണ്? ആ എലിക്കുട്ടിയുടെ കൊച്ചുമാനല്ലേ? പിന്നെ അതൊക്കെ എത്ര നാളായി? എലിക്കുട്ടിയുടെ കൊച്ചുമാൻ വിവാനല്ലേ അത്? എന്നതാ അത് വിവാനാ. നീ ഇത് ഇവിടുത്തെ കൊച്ചല്ല. എത്ര മുറിയുണ്ട്? മുറി കുറേ ഉണ്ട്. പഴയ വീടല്ലേ. തൊണ്ണ വാങ്ങി വരാം. ആ വെള്ളം എടുത്തോണ്ടിരിക്കുക. അപ്പം തരും. പോവാം നാളെ. പോന്ന ഇവന് ഇവിടുത്തെ കൊച്ചാന്നാ പറഞ്ഞ കേട്ടോടി. ഇവന് ഇവിടുത്തെ കൊച്ചാന്ന്. വഴി അറിയത്തില്ലായിരുന്നു. അവൻ വന്നിട്ടില്ലല്ലേ? അവനല്ലേ ഇരിക്കുന്നേ. വീട്ടിൽ വന്നിട്ടുണ്ടോ? ആര്? അവൻ. ഇവനാ? അവനൊന്നും വന്നിട്ടില്ല. ആണോ? ഇവനെ മാറ്റിക്കളഞ്ഞോ? ഇനി ഇവിടുത്തെ കൊച്ചാണോ? വഴി അറിയത്തില്ലായിരുന്നു. ഇവൻ വിവാനല്ലേ? നമുക്ക് അവൻ്റെ വീട് ആരുടെ അത് ഇവൻ്റെ ചേട്ടൻ്റെ വീട്. ഇവിടുത്തെ ചേട്ടൻ്റെ വീട്. ആണോ? ആ ജോലിക്കാരനാണ്. ആ അതിലും ജോലിയും കടയൊക്കെ. ഇതിങ്ങനെ അപ്പുറത്തെ ടൗണിലോട്ടുള്ള വഴിയാ. മെയിൻ റോഡിലോട്ട് ചെയ്യുന്ന ആടും. നമുക്ക് പോവാം. ആ പോകാം. വീട്ടിൽ ചെന്നെങ്കിൽ എന്താക്കെ ചെയ്താലാ? ആ വീട്ടിൽ തന്നെ ചെയ്യാനുള്ളേ. അവളെന്തേ? അവിടെ അകത്തുണ്ട്. അകത്തുണ്ടെന്നേ. എന്നാ വിളിച്ചോളൂ. ആ പോകാം. പോകാം. ഇവനെ കൊണ്ടുപോകണ്ട. ഇവിടെ വീഴും മുറ്റത്തുനിന്ന് വഴി ഇങ്ങനെയുള്ള പോകണം ഇഷ്ടം പോലെ. കാരണം ബുദ്ധിമുട്ടില്ല മനുഷ്യർ. ഇവനെ കൊണ്ടുപോകുന്നുണ്ടോ? ഈ വീട് അതാരണ്ട് വേറെ താമസക്കാരെയാ. ഇങ്ങനെ വീടുകൾ അടുപ്പിച്ചിട്ടുണ്ട്. ആണോ? ആണോ? ആ ആയിരിക്കും. അങ്ങോട്ട് പോകണ്ട. അവിടെ ഒന്നോ എങ്ങോട്ടാ? അങ്ങോട്ട് ഇറങ്ങണ്ട. അങ്ങോട്ടൊന്നും പോകില്ല. ഇവനെ കൊണ്ടുപോകുന്നുണ്ടോ? ഇനിയുള്ളതായിട്ട് പോകാന്നോ? ചക്കക്കുരു അല്ലത്. മിറ്റില് ഉരുളങ്കല്ല്. കുളത്തങ്കൽ. എന്നാ വീട്ടിൽ ഇവനെ കൊണ്ടുപോകുന്നുണ്ടോ? ഇവനെ കൊണ്ടുപോകുന്നുണ്ടോ? ആരെ? ഇവനെ അവനെ കൊണ്ടുപോകാനുള്ള സമയമൊക്കെ കേട്ടോ. ആണോ? അപ്പം ഇവനെ കൊണ്ടുപോയാൽ എങ്ങനെ ശരിയാണ്? പലരും പോകട്ടെ. ഇവനെ ഇവിടെ ഇട്ടിട്ട് പോയാൽ മതിയോ? അവന് പ്രായമായത് വന്നോളൂ. ആണോ? ഇവനെ ഇവിടെ ഇട്ടിട്ട് പോയാൽ ശരിയാവോ? എവിടെ വീടുണ്ടല്ലോ? പിന്നെ വീടുണ്ടെന്നേ. എല്ലാം വീട്ടുകാരാണ്. ആ വീട്ടുകാരാ. എത്ര നമുക്ക് അവിടെ പോകാം. കൊച്ചു പരിസരമൊക്കെ കാണുമല്ലേ? ആ പെരയായിരിക്കും. അത് ഇവിടുത്തെ ചേട്ടൻ്റെ വീട്. ഒത്തിരി മുറിയുണ്ട് ആ പെരയ്ക്ക്. അത് ഇന്നലെ ഇവിടുത്തെ ചേട്ടൻ്റെ അനിയനാണ് മോനെ വീട്. ഇവിടെ എന്നേരം എത്രയാണെങ്കിലാ അടച്ച് ഒന്നും അറിയത്തില്ലേ? കാരണന്മാർ കാലത്തുള്ളതൊന്നും അറിയത്തില്ല. ആരാ? വിപിനെ അപ്പുറത്തോട്ട് ഇറങ്ങിപ്പോയതാ. അപ്പുറത്തോട്ട് നടക്കാൻ പോയതാന്നേ. സൈഡൊക്കെ വീടിൻ്റെ സൈഡൊക്കെ കാണാൻ. നടക്കാൻ വീടിൻ്റെ റൗണ്ട് അടിക്കുക. ആ റബ്ബറാ. ഇത് വാഴയൊക്കെ നിൽക്കുന്നുണ്ടല്ലേ? ഇവിടെ വാഴയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അവിടെ ഇത് കൊണ്ട് മത്തനെ കിടക്കും. കുളത്തങ്കൽ. വീട്ടുപേര് എന്താ കുളം? അവിടെ ഒരു കുളം ഉണ്ടാകും കയറി വരുന്നിടത്ത്. അതായിരിക്കും. നീ അഞ്ചരയൊക്കെ പോയി നിൽക്കാതെ പോകാം. വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം കാര്യമാണ്.
വഴി കുത്തി വെച്ചായിരിക്കും അത്. അതെൻ്റെ ചെടിയാ. കൊച്ചിൻ്റെ പെങ്ങന്മാരാരും കൂടെ ഇല്ല. എവിടെയാ? ഇതാണ്. ഈ കൊച്ച ഏതാമേ? അതാണല്ലേ അവർ തറവാട് വീട് താമസിക്കുന്നത്. പേരപ്പൻ താമസിക്കുന്നത് ആ വീട്. നിങ്ങളുടെയാണോ? അത് വേറെ നിങ്ങളുടെയാ അല്ലേ? കൊച്ചുമായിട്ട് നിങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? ബന്ധമുള്ളവരാണ്. ഒന്നുമില്ല. ഇപ്പം നേരത്തെ അവർ ജീവിച്ചുകൊണ്ടിരുന്ന അവിടെ അല്ലേ? ഇവനേതാമേ? ഇവനേതാ? ഇവനാരാ ഇന്? ഇവനാരോ? അവൻ മകൻ. മകൻ? ആരുടെ മകൻ? കൊച്ചേ വാടി പോകാം. പോകാറായില്ല, അവിടെ നിൽക്കേ, അങ്ങോട്ട് ഇറങ്ങണ്ട. അങ്ങനെ അവിടെ പോയിരുന്നോ, അകത്ത് പോയിരുന്നോ? വിവാൻ്റെ അമ്മയുടെ ഉടുപ്പ് ഒരേ പോലെയാണല്ലോ. കത്തയിലേക്ക് നടക്കുമ്പോൾ കുറഞ്ഞു പോകും. കിടക്കമുറിയുണ്ട്. കിടക്കമുറി 5-8 കാണും. 4 ആ, പഴയ വീടല്ലേ, ഒത്തിരി കാണും. ആ പോകാടി. ഇത് നിന്നോട് ചെല്ലാൻ പോകാൻ. പോകാം. ഇനി എന്നെ ചെന്ന് നമ്മളെപ്പോഴാണ് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് എന്തെല്ലാം പണിയുണ്ട്. നീ എന്നാ പണിയുള്ള വീട്ടിൽ? പിള്ളേർ വേറെ ഉണ്ടോ? വിവാനൊക്കെ വിവാനല്ല ആയിരിക്കുന്നേ, ഇവിടെ ഇതായിരിക്കുന്നത്. വിവാനാണല്ലോ. പിന്നെ ആരാ അത്? വിവാനാണോ? ആണോ? അല്ലേ? ആ, അമ്മയ്ക്ക് അറിയത്തില്ലേ വിവാനെ? എനിക്കറിയത്തില്ല. അത് കൊള്ളാം. എനിക്കറിയത്തില്ല. വിവാനെ അമ്മയ്ക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാണ്. മനെ വാ പോകാം. പോന്നല്ലേ? വഴി അറിയത്തില്ല. കൊച്ചിനും അറിയത്തില്ല. ഇപ്പം വഴിക്കൊക്കെ അറിയാമായിരിക്കും. നമുക്ക് പോകാം. പിന്നെ പോകാന്നേ. പോകാന്നേ, നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളൂ. പണിയുണ്ട്. അല്ല, നമുക്ക് പോകാം. നമ്മളെ നേരം പോയില്ലെന്നേ. ഇച്ചിരി സമയം കൂടെ നിന്നിട്ട് പോകാന്നേ. അമ്മ ഇവിടെ ഇരുന്നോ? എന്തെല്ലാം ചെയ്താലാ? ആ, ചെയ്യാനുണ്ട്. കാലാക്കണം. അതിൻ്റെയൊക്കെ മറ്റുള്ളവർ കൂടി ഇതെല്ലാം കാലാക്കി വെച്ചിട്ടല്ലേ പോന്നേ. എന്നാ കഴിക്കും? ആ, അമ്മ ഇവിടെ ഇരുന്നോ? ഇവിടെ ഇരുന്ന പറ്റിയല്ലേ പോകണം. ആ, വീട്ടിലോട്ട് പോണോ? വീട്ടിലോട്ട് പോകണം. വീട്ടിൽ ജോലി ഉണ്ടല്ലേ. ആ, വീട്ടിൽ എന്നാ ജോലിയുള്ളേ? അതാരുണ്ട്? കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ. അതാരാ? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എന്ന് പറയും. ആരാ? ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണനാ? ആ, ദൈവം. അവര് ഈ ഇങ്ങനത്തെ വേഷമൊക്കെ ധരിച്ചല്ലേ നടക്കണം. എന്നാ അവിടെ പൊക്കോ, അങ്ങ് വരുന്നോ? പൊക്കോ. അതൊക്കെ ഞാൻ പായസം തരും കേട്ടോ. ഒത്തിരി സാധനം ഉണ്ടല്ലോ. അമ്മ ഇത് കുടിക്കണ്ട. അമ്മ ഇത് കുടിക്കണ്ട. അമ്മ കൊടുക്കണ്ട. അമ്മയ്ക്ക് കൊടുക്കണ്ട. ഇത് തിന്നു. അമ്മ പറഞ്ഞ വിവാനി ഇവിടുത്തെയാന്നാ പറഞ്ഞേ കൊച്ചി. ആണോ? ആ, അത് ആമ്പിള്ളേരില്ല, കൊച്ചു പിള്ളേരേ ഉള്ളൂ. വലിയ ആപ്രിക്കോട്ടല്ലേ? എടുത്തുണ്ടാ കണ്ടാ അത് ഉണക്കിയതാ. ഡ്രൈ ഫ്രൂട്ടോ? എത്ര മുറിയോ? 5-8 മുറി കാണും. എത്ര മുറിയുണ്ട്? അതൊക്കെ അറിയണേ. ഞങ്ങളുടെ തറവാട്ടിൽ ചെന്നാലുണ്ടോ? എന്റെ അപ്പന്റെ വീട്ടിലേ 4 കിടക്കും കൂടി കൂടെയാന്ന് കിടക്കും ഞങ്ങളുടെ. എന്റെ അപ്പന്റെ വീട്ടിൽ 9. അവിടെയാ എന്റെ തറവാട്ടില് 9 കിടപ്പുറി. ഇവിടെ 4 കിടപ്പുറി. പഴക്കമുള്ളതല്ലേ? ആ, ഇതും പഴയ വീടാ. മച്ചുള്ള വീടാ. മച്ച് നിർത്തിയതാണോ? ആ, നിർത്തിയ ആണോ? ഗോഫിതാ.
എങ്ങനെയുണ്ട്? അമൃത ചേച്ചിയുടെ സ്പെഷ്യൽ പായസ അമ്മയ്ക്ക് വേണ്ടി. അവർക്കൊക്കെ കൊടുക്കാം. ഇല്ല, വേറെ ഇരിപ്പുണ്ട്, ഞാൻ തന്നൂടാ കേട്ടോ. വരുമല്ലോ, ഞാൻ അങ്ങോട്ട് വരും. തരട്ടെ. പിന്നെ വരാനറിയാം, ഞാൻ വഴി തപ്പി പിടിച്ചല്ലേ അന്ന് പറഞ്ഞേ. ഞങ്ങൾ വരാം. മധുരമുണ്ടോ? മധുരമുണ്ടോ? കുടിച്ചോ? നല്ലതാണോ? നല്ലതാണോ? മധുരം ഉള്ളതുകൊണ്ട് അമ്മയ്ക്കെല്ലാം നല്ല മധുരം ഉള്ളതൊക്കെ. നല്ലതാണോ? നല്ലതാണോ? അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.